ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴിയെടുക്കും. ബോർഡ് പ്രസിഡന്റായി A. പത്മകുമാർ പ്രവർത്തിച്ച കാലയളവിലെ ബോർഡ് അംഗങ്ങളുടെ മൊഴിയെടുക്കാനും SITയുടെ തീരുമാനം. സ്മാർട്ട് ക്രിയേഷൻ CEOയെ കഴിഞ്ഞ ദിവസം വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം SIT സംഘത്തിന്റെ നിർണായക നീക്കം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്താനാണ് തീരുമാനം. അതേസമയം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ അന്വേഷണ സംഘം ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. പങ്കജ് ഭണ്ഡാരിയുടെ ജീവനക്കാരായ രണ്ടുപേരെയും SIT ചോദ്യം ചെയ്തു. രാത്രിയോടെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് വിട്ടയച്ചു. വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാവാനും നിർദ്ദേശമുണ്ട്. കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമാണ് പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തത്. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ 2 ജാമ്യാപേക്ഷകളും കൊല്ലം വിജിലൻസ് കോടതി ഇന്നലെ തള്ളിയിരുന്നു. പാളികൾ കൈമാറിയതിൽ തിരുവാഭരണം കമ്മീഷണർക്കാണ് ഉത്തരവാദിത്വമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സുധീഷ് കുമാറിനും പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടിളപ്പാളി കേസിലും മുരാരി ബാബുവിനെ ദ്വാരപാലക ശില്പക്കേസിലുമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. നിലവിൽ PS പ്രശാന്തിന്റെ കാലത്തെ സ്വർണം പൂശൽ SITയുടെ അന്വേഷണ പരിധിയിലില്ല. അതേസമയം ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും. A. പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്തെ അംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്താനാണ് SITയുടെ നീക്കം. ജനം, തിരുവനന്തപുരം.